ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരത്താണ്. ഞാനൊരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഷൂട്ടില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ മോർണിംഗിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തമ്പാനൂരേക്ക് ഇറങ്ങിയതാണ്. തമ്പാനൂർ വന്ന് ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ നാഗർകോവിൽ ബസ് കണ്ടത്. വേറെ ഒന്നും നോക്കിയില്ല, നേരെ നാഗർകോവിൽ ബസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്, എന്താണ് ഐഡിയ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറിയിരുന്ന് ആലോചിക്കാം എന്നുള്ള ലെവലിലാണ് ഞാൻ ബസ്സിൽ കയറിയിരുന്നത്. നേരെ ബസ്സിൽ കയറിയിരുന്ന് യാത്ര തുടർന്നു. ഞാൻ എൻ്റെ ഫോൺ എടുത്തും കണ്ടിട്ട് നിയറസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ്, ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞ് അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു സ്ഥലമായിരുന്നു തിരുപ്പരപ്പ് വാട്ടർഫാൾ. അപ്പം ഞാൻ നേരെ നാഗർകോവിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. വെറും 80 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ നാഗർകോവിലേക്ക് ടിക്കറ്റിൻ്റെ റേറ്റ്. ഈ തൃപ്പരപ്പ് വാട്ടർഫാളിലേക്ക് എങ്ങനെ പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ എന്തായാലും നാഗർകോവിലിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഊഹം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ബസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ എന്തായാലും നാഗർകോവിൽ പോയി അന്വേഷിക്കാം എന്നുള്ള ലെവലിലാണ് നാഗർകോവിലേക്ക് ബസ് കയറിയത്. അങ്ങനെ ഞാൻ നേരെ നാഗർകോവിൽ ബസ് വന്നിറങ്ങി. നമ്മൾ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വഴി ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവർമാരാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വഴി പറഞ്ഞുതരും. അങ്ങനെ ആ ചേട്ടനോട് വഴിയും ചോദിച്ച് ഞാൻ നേരെ ബസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലായത്. 1.5 മണിക്കൂർ അവിടെ പോസ്റ്റാണെന്നുള്ള കാര്യം. പിന്നെ എന്ത് ചെയ്യാൻ, ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്തു. ബസ് വന്നു, ഞാൻ നേരെ ബസ്സിനകത്ത് കയറി. അപ്പോൾ അവിടുന്ന് വെറും 35 രൂപയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നാഗർകോവിലിൽ നിന്ന് വെറും 35 രൂപയായിരുന്നു ഈ തൃപ്പരപ്പ് വാട്ടർഫാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നേരെ അവിടെ പോയിട്ട്, തൃപ്പരപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു ടൗണാണ്, വലിയ ടൗണൊന്നുമല്ല, ഇത് ചെറിയൊരു ടൗണാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നടക്കാവുന്ന ദൂരമുള്ളൂ. പിന്നെ ഓട്ടോ സർവീസും ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. വെറും 10 രൂപയുള്ളൂ അകത്ത് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. 10 രൂപ കൊടുത്ത് നമ്മൾ ഈ വാട്ടർഫാളിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടിയിൽ നിന്നും കണ്ടിട്ട് അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ കുളിക്കാം. വെറും 10 രൂപ കൊടുത്തതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. അപ്പോൾ ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഈ വെള്ളം വീഴുന്നതിൻ്റെ നേരെ അടിയിൽ കയറി നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നൈസ് സ്ഥലമായിരുന്നു. എനിക്ക് കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയ കാരണം ഒന്നും നടന്നില്ല. ഞാൻ ജസ്റ്റ് കണ്ടു, വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് കണ്ടിട്ട് പോരാന്നുള്ളൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വെള്ളം വീഴുന്നതിൻ്റെ നേരെ മേൽഭാഗവും കാണിച്ചു തരാം. അതും നല്ല രസമുള്ളൊരു ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഈ പാർക്ക് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാലും ഇതും മെയിൻ സിനിമ ലൊക്കേഷനാണ്. ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഞാൻ പണ്ടൊരിക്കൽ വന്നൊരു ഓർമ്മയുണ്ട്. ഒരു പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു 10-18 വർഷങ്ങളായിട്ടുണ്ടാവും. 18 വർഷം 20 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവണം. ഞാൻ വന്നൊരു ഓർമ്മ എനിക്കുണ്ട്. ഞാനൊരു ഷൂട്ടിന് വേണ്ടി വന്നിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൽമണ്ഡപമൊക്കെ ഉണ്ട്. വർഷക്കാലത്ത് ഇങ്ങോട്ടേക്ക് കയറ്റി വിടില്ല അവർ. ഭയങ്കര വെള്ളമായിരിക്കും ഇവിടേക്ക്. ഈ കൽമണ്ഡപത്തിൻ്റെ ഭാഗത്തൊക്കെ വെള്ളമായിരിക്കും. അതുകൊണ്ട് വർഷകാലത്തൊന്നും ഇങ്ങോട്ട് കയറ്റി വിടില്ല. പിന്നെ ഈ കാണുന്ന ഈ പാർക്കെട്ടിൻ്റെ അവിടെ വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇവിടേക്ക് ഇറങ്ങി വരാനുള്ളൊരു ഗുഹയുണ്ട്. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്, ഇപ്പം ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയപ്പെട്ടത്. പിന്നെ നല്ലൊരു കിടിലം പാർക്കുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പാർക്കിൽ സ്പെൻഡ് ചെയ്യാനുള്ള ശ്രദ്ധയൊക്കെ ഉണ്ട്. വെറും 10 രൂപയുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത് കേട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിൽ വന്നിട്ട് ഇവിടെ കുളിച്ചിട്ട് അടിപൊളിയായിട്ട് ഫ്രഷപ്പായിട്ട് പോവാം. ഇവിടെ വന്ന് ഞാൻ തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഞാൻ വന്നത് ഒരുപാട് വളഞ്ഞിട്ടാണ്. എനിക്ക് നാഗർകോവിൽ പോയിട്ട് ബസ് ഇറങ്ങേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറിയാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാർത്താണ്ഡത്ത് ബസ് ഇറങ്ങിയാൽ മതിയായിരുന്നു. മാർത്താണ്ഡത്ത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വളരെ തുച്ഛമായ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ തൃപ്പരപ്പ് വാട്ടർഫാളിലേക്ക്. അപ്പോൾ ബൈക്കായിട്ട് വരുന്നവരാണെങ്കിലും കാറിൽ വരുന്നവരാണെങ്കിലും മാർത്താണ്ഡത്ത് നിന്ന് തിരിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ വരുന്നവരാണെങ്കിലും മാർത്താണ്ഡത്ത് ഇറങ്ങാം. മാർത്താണ്ഡമാണ് ഏറ്റവും നിയറസ്റ്റ് പ്ലേസ്. ഇവർക്ക് അടുത്തേക്ക് ഈ തൃപ്പരപ്പ് വാട്ടർഫാളിലേക്ക് പോകാനുള്ള ഏറ്റവും അടുത്ത സ്ഥലം. പിന്നെ പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം മാത്രമല്ല, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാലം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഡാമും കൂടെ ഉണ്ട്. ചെറിയൊരു ഡാം, ചെക്ക് ഡാം ഉണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ ഈ ഡാമിലാണ് അവർ ഈ ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് വെള്ളം. ബോട്ട് സർവീസിന് വേണ്ട സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കൗണ്ടറിൽ നിന്ന് തന്നെ 10 രൂപ എടുക്കുന്ന കൗണ്ടറിൽ നിന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവർ ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് വാങ്ങിയിട്ട് ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറം പോയി കഴിഞ്ഞാൽ
നമുക്ക് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൽ കയറാം. പിന്നെ അത്യാവശ്യം നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയ സമയം എനിക്കതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. ഞാൻ ഇത്തിരി വളഞ്ഞിട്ടാണ് വന്നതും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് വന്നതെങ്കിലും എനിക്കതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് ഇല്ലാതെ യാത്ര ചെയ്യരുത് എന്നുള്ളത് ഇപ്പം മനസ്സിലായി. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ചെറിയൊരു പ്ലാൻ നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും സൈനിങ് ഓഫ്.